നമസ്കാരം, എല്ലാവർക്കും V2PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വരുമെന്ന്. അപ്പോൾ അത് ശരിയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഡിസംബർ മാസത്തിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിനെ കുറിച്ച്. അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. എത്ര ഒഴിവുണ്ടെന്നും മാർക്കൊക്കെ അത് എഴുതാൻ പറ്റുമെന്നും അതിനെക്കുറിച്ച് ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടി നമ്മൾ ഏതെല്ലാം ബുക്സ് എക്സ്ട്രാ പഠിക്കേണ്ടതുണ്ടെന്നും ഇതെല്ലാം ഞാൻ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ അത് ഡിഗ്രി ലെവൽ എക്സാമാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം എഴുതണമെങ്കിൽ എന്തായാലും ഡിഗ്രി പാസ്സായിരിക്കണം. ഏതെങ്കിലും കോഴ്സ് പാസ്സായാൽ മതി ഡിഗ്രിയിൽ. പിന്നെ അതിൻ്റെ കാലയളവ്, അതായത് ആർക്കൊക്കെ എഴുതാൻ പറ്റും. ഇത് ജനറൽ കാറ്റഗറി വരുമ്പോൾ 18 to 36 വയസ്സ് വരെ സാധാരണ എക്സാമിനുള്ളത്. അതായത് 2/1/1988 1/1/2006 ഇടയിലുമുള്ളവർക്കാണ് ജനറൽ കാറ്റഗറിയിൽ എഴുതാൻ പറ്റുന്നത്. ഇത് SC/ST വരുമ്പോൾ 5 വർഷം അവർക്ക് ഇളവ് കിട്ടുന്നുണ്ട്. ഇതിന് OBC വരുമ്പോൾ അവർക്ക് 3 വർഷം ഇളവ് കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് ഏജിൻ്റെ കാര്യം. അടുത്തത്, ഈ എക്സാം ഒരു കോമൺ പ്രിലിമിനറി എക്സാമാണ് ആദ്യം ഉണ്ടാവുക. ഡിഗ്രി ലെവൽ ഒരു കോമൺ പ്രിലിമിനറി എക്സാം ഉണ്ടാകും. പിന്നെ ഉള്ളത് 2 മെയിൻ എക്സാംസ് ആണ്. പിന്നെ അത് കൂടാണ്ട് ഇൻ്റർവ്യൂ കൂടി ഉണ്ടാവും. ഇപ്പം നമ്മൾ സാധാരണ PSC എക്സാമിൽ കണ്ടുവരുന്നത് ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാത്തതാണ്. ഒരു പ്രിലിമിനറി എക്സാം കഴിഞ്ഞ് പിന്നെ അതിൻ്റെ മെയിൻ എക്സാം ആണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരു പ്രിലിമിനറി എക്സാം ഡിഗ്രി ലെവൽ ആദ്യം എഴുതണം. അതിനുശേഷം പിന്നീട് 2 മെയിൻ എക്സാം ഉണ്ടാവും 100 മാർക്കിൻ്റെ. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ കൂടി ഉണ്ടാവും. ഇങ്ങനെയാണ് ഈ എക്സാമിൻ്റെ രീതി വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇനി ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ ഏകദേശം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അതിൻ്റെ പ്രിലിമിനറി എക്സാം നടക്കും. അതിനുശേഷം ജൂൺ ജൂലൈ ആഗസ്റ്റ് ആ മാസങ്ങളിലായിരിക്കും മെയിൻസ് എക്സാം നടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനു വേണ്ടി പഠിച്ചു തുടങ്ങണം. എന്നാലേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ നിലവിലുള്ള ഈ ലിസ്റ്റിൻ്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നത് 2026 ഏപ്രിൽ 11 പിന്നെ അതിന് പിറ്റേ ദിവസം മുതൽ, അതായത് ഏപ്രിൽ 12 മുതൽ പുതിയ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് എല്ലാവരെയും നിയമിക്കുന്നത്. ഇപ്പോൾ 2026 ഏപ്രിൽ 11 ഇപ്പം നിലവിലുള്ള ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നത്. അപ്പോൾ എന്തായാലും എക്സാം പെട്ടെന്ന് ഉണ്ടാകും. അതിൻ്റെ റിസൾട്ടും പെട്ടെന്ന് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 82 ഒഴിവുകളാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 82 ഒഴിവുകളാണ്. അപ്പോൾ അതിൽ കുറേ വകുപ്പുകൾ പറയുന്നുണ്ട്. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഇപ്പോൾ ഒരു ഓഫീസിലേക്ക് മാത്രമല്ല, കുറേ വകുപ്പുകൾ പറയുന്നുണ്ട്. അതും എത്ര ഒഴിവുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ 3 ഒഴിവാണ് പറയുന്നത്. GDയിൽ 65 ഒഴിവ് പറയുന്നുണ്ട്. പിന്നെ ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലേക്ക് 3 ഒഴിവ് പറയുന്നുണ്ട്. എൻക്വയറി കമ്മീഷണർ സ്പെഷ്യൽ ജഡ്ജിന് 7 ഒഴിവ്, PSCയിലേക്ക് 4 ഒഴിവ്. ഇങ്ങനെയാണ് മൊത്തം 82 ഒഴിവ് പറയുന്നത്. അപ്പോൾ ഇത് ഡിഗ്രി ലെവൽ എക്സാം ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാവരും സാധാരണ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പഠിക്കുന്ന പോലെ തന്നെ ഇതിന് പഠിക്കണം. നമ്മൾ സിലബസ് മാത്രം നോക്കിയാൽ പോരാ, അതിന് പുറത്ത് നിന്ന് കുറച്ച് ടെക്സ്റ്റ് ബുക്കുകളെല്ലാം നോക്കിയിട്ട് കൂടി ഇതിന് പഠിക്കണം. പിന്നെ എക്സാം മലയാളത്തിലും ഇംഗ്ലീഷിലും കൂടി ഉണ്ടാവും. അപ്പോൾ സാധാരണ ഡിഗ്രി ലെവൽ വരുമ്പോൾ മലയാളവും ഇംഗ്ലീഷും ഉണ്ടാവും. ഒരു ഭാഗത്ത് ഇംഗ്ലീഷ് ആയിരിക്കും, ഒരു ഭാഗത്ത് മലയാളം. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മലയാളം എന്ന് പറയുന്നത് ഈ ഇംഗ്ലീഷിൻ്റെ നേരെ ട്രാൻസ്ലേഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചില വേർഡ്സ് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരും ഇംഗ്ലീഷ് തന്നെ പഠിക്കാൻ നോക്കാം. അപ്പോൾ കൂടുതലായിട്ടും ഇംഗ്ലീഷ് തന്നെ നോക്കി പോവാം. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഇല്ലെങ്കിൽ നമുക്ക് രണ്ടും കൂടി വായിക്കാനുള്ള സമയമൊന്നും കിട്ടൂല. മലയാളം വായിച്ചിപ്പോൾ മനസ്സിലാകുന്നില്ല, പിന്നീട് ഇംഗ്ലീഷ് വായിച്ച് അത്ര ടൈമൊന്നും നമുക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. കൂടുതലും പ്രസ്താവന മോഡൽ ചോദ്യങ്ങളായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇങ്ങനെ ലാംഗ്വേജ് 2 ഉണ്ടെന്ന് വെച്ചിട്ട് മലയാളം തന്നെ പഠിക്കേണ്ട, ഇംഗ്ലീഷ് കൂടി എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. ഡിഗ്രി ലെവൽ എക്സാമാണ്. ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടാകും, 2 മെയിൻസ് എക്സാം ഉണ്ടാവും, പിന്നെ ഒരു ഇൻ്റർവ്യൂ. ഈ പ്രിലിമിനറി എക്സാമും മെയിൻസ് എക്സാമെല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. എഴുത്ത് പരീക്ഷയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒഴിവ് എന്ന് പറയുന്നത് 82 ഒഴിവുണ്ട്. ഇപ്പോൾ ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നത് 2026 ഏപ്രിൽ 11 പിന്നെ ഇംഗ്ലീഷിലും ഉണ്ടാവും, മലയാളത്തിലും ഉണ്ടാവും ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നമുക്കിത് പഠിക്കുന്ന രീതിയിലേക്കൊന്ന് പോകാം. നമ്മൾ ഈ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കണം. അപ്പോൾ 2021 മുതൽ 2024 വരെ ഡിഗ്രി ലെവൽ നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുള്ളൂ. അതെല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. അത് മെയിനായ കാര്യമാണ്. എന്താ വെച്ചാൽ ആ പാറ്റേണിൽ തന്നെ ആയിരിക്കും കൂടുതലായിട്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പഠിക്കാം.
അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ നമ്മളെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ നിന്ന് കിട്ടുന്നതാണ്. പിന്നീട് ഇനി കുറച്ച് ബുക്സ് പറയാം. ഏതൊക്കെ ബുക്സ് നമ്മൾ കുറച്ച് അധികം റെഫർ ചെയ്യണമെന്നൊന്ന് നോക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഡി സുബ്രഹ്മണ്യൻ റെഡ്ഡിയുടെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ അവേക്കണിംഗ് ഇൻ ഇന്ത്യ. അതൊരു പുസ്തകമല്ല, അതിൻ്റെ 35ാമത്തെ ചാപ്റ്ററാണ് ഞാൻ പറയുന്നത്. ആ പുസ്തകത്തിൻ്റെ പേര് ഔട്ട്ലൈൻ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. എൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതിൻ്റെ PDF നോട്ട് ഞാൻ നമ്മളെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിൽ പോയി ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ തന്നെ ആ നോട്ട് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾ വെറുതെ വേറെ സെർച്ച് ചെയ്ത് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഞാനതിൽ അപ്ലോഡ് ചെയ്ത് വെക്കാതെ. അപ്പോൾ ഔട്ട്ലൈൻ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഡി സുബ്രഹ്മണ്യൻ റെഡ്ഡിയുടെ അതിൽ 35ാമത്തെ ചാപ്റ്ററാണ്. മൊത്തം അത് പഠിക്കേണ്ട കാര്യമില്ല, അത് വലിയൊരു ബുക്കാണ്. അപ്പം നമ്മളതിൽ 35ാമത്തെ ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി. അതിലാണ് ഈ സതിയും ഇന്ത്യയിലത്തെ കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ അവേക്കണിംഗ് ഇൻ ഇന്ത്യ. പിന്നെ പറയാനുള്ള ഇന്ത്യൻ ഹിസ്റ്ററി തന്നെയാണ്. PSC ബുള്ളറ്റിൻ ഉണ്ടാവും, അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ശ്രീധര മേനോൻ്റെ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശ്രീധര മേനോൻ്റെ കേരള ഹിസ്റ്ററി ബുക്ക് എന്തായാലും എല്ലാവരും റെഫർ ചെയ്യേണ്ട ഒരു ബുക്കാണ്. കേരള ഹിസ്റ്ററി പഠിക്കാൻ നമുക്കതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഇപ്പോൾ ചോദ്യങ്ങളെല്ലാം ഏകദേശം അതിൽ തന്നെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കാം. ഇനി അടുത്ത ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ അഗ്നിഹോത്രിയിലെ ഇന്ത്യൻ ഹിസ്റ്ററി കൂടി ഒന്ന് നോക്കാം. പിന്നെ ബിപിൻ ചന്ദ്രയുടെയും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം PDF ഞാൻ നമ്മളെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് അതിന് കിട്ടുന്നതാണ് നോട്ട്. പിന്നെ പറയുന്നത് 8, 9, 10 ക്ലാസ്സുകളിലെ CBSE ടെക്സ്റ്റ് ബുക്ക്. ഇപ്പോൾ 8, 9, 10 ക്ലാസ്സുകളിലെ CBSE ടെക്സ്റ്റ് ബുക്ക്, സോഷ്യൽ സയൻസ് ആണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ടെക്സ്റ്റ് ബുക്ക് അതെല്ലാം ഒന്ന് നോക്കാം. ഇനി നമ്മൾ എക്കണോമിക്സ് ഭാഗത്തിലേക്ക് വരുമ്പോൾ ശങ്കർ ഗണേഷിൻ്റെ കുറച്ച് പുസ്തകങ്ങളുണ്ട്, അതൊന്ന് നോക്കാം. അതും ഞാനതിൽ ഒന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അത് നല്ലതാണ്. പിന്നെ അത് കൂടാണ്ട് +2 എക്കണോമിക്സിൻ്റെ ബുക്ക് കൂടി ഒന്ന് നോക്കാം. പിന്നെ വേറൊരു ബുക്കാണ് കൃഷ്ണ റെഡ്ഡിയുടെ വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു ബുക്ക്. അതേപോലെ തന്നെ CBSEയുടെ 9ാം ക്ലാസ്സിലെ ഒരു പുസ്തകം കൂടിയുണ്ട്. അതിൽ കൂടി ഈ വേൾഡ് ഹിസ്റ്ററിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നമ്മൾ വേൾഡ് ഹിസ്റ്ററിയും പഠിക്കണം, ഇന്ത്യൻ ഹിസ്റ്ററിയും പഠിക്കണം, കേരള ഹിസ്റ്ററിയും പഠിക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ സിലബസിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് മാത്രം പഠിച്ചാൽ പോരെ. എക്സ്ട്രാ ആയിട്ട് ഞാൻ പറഞ്ഞ കുറച്ച് ബുക്സ് ഇല്ലേ, അത് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. അതിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അപ്പോൾ അതുകൂടി ഒന്ന് എല്ലാവരും നോക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ സിവിൽ സർവീസ് എക്സാംസ് എല്ലാം എഴുതുന്നവരായിരിക്കും ഈ എക്സാംസ് കൂടുതൽ എഴുതുന്നുണ്ടാവുക. അപ്പോൾ അവർക്കെല്ലാം ഇത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അവരെല്ലാം ഇത് ഓൾറെഡി റെഫർ ചെയ്തിട്ടുള്ള ബുക്കായിരിക്കും. ഈ സാധാരണ PSC എഴുതുന്ന ഒരാൾക്ക് ഇത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാൽ ഇപ്പം തന്നെ ഒന്ന് പഠിച്ചു തുടങ്ങാം. ഇനിയിപ്പോൾ അത്രയും സമയം ഉണ്ടാവുള്ളൂ. പിന്നെ അടുത്ത മാസം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം സ്റ്റെപ്പെല്ലാം പെട്ടെന്ന് നീങ്ങും. അപ്പോൾ എല്ലാവരും ഇപ്പം മുതലേ ഒന്ന് പഠിക്കാൻ തുടങ്ങാം. ഞാനിതിൻ്റെ നോട്ട്സ് എല്ലാം നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി അതിൻ്റെ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കുറേ ഷോർട്സ് ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതുകൂടി ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഡെയിലി കുറച്ച് ഒരു 5-6 ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും അങ്ങനെ പഠിച്ചാൽ അത് കുറച്ച് എളുപ്പമായിരിക്കും. എല്ലാം കൂടി ഒന്നിച്ച് പഠിക്കുന്നതിനേക്കാളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഓൾറെഡി ഷോർട്സ് എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് എല്ലാം കുറേ നോട്ട്സ് എല്ലാം ഞാൻ ഇനി വരും ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ബുക്സ് എല്ലാം ഒന്ന് എല്ലാവരും നോക്കുക. നമ്മൾ ടെലിഗ്രാം ചാനലിൽ എല്ലാവരും ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോസിൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.